ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് എന്നത് നമുക്കറിയാം, പ്ലാനിംഗ് ഈസ് ദ ബേസിക് എലമെൻറ്റ് റിക്വയർഡ് ഇൻ എവറി ഓർഗനൈസേഷൻ. അതായത് എല്ലാ ഓർഗനൈസേഷനിലും പ്ലാനിംഗ് എന്നത് പറയുന്നത് ഒരു ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഏതൊരു കാര്യത്തിനും പ്ലാനിംഗ് എന്നത് എന്താണ്, ഒരു ബേസിക് എലമെൻ്റ് ആണ്. വിതൗട്ട് പ്ലാനിംഗ് ആൻഡ് എൻ്റർപ്രൈസ് കനോട്ട് അച്ചീവ് ഇറ്റ്സ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് നമുക്കൊരു പ്ലാൻ ചെയ്യാണ്ട് ഒരു ഗോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അതായത് ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതായത് ലക്ഷ്യങ്ങൾ രൂപീകരിക്കുക. ഓരോ എയിംസ് നമ്മൾ എന്ത് ചെയ്യേ, ഫോമു ചെയ്യേ. ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ഫസ്റ്റ് എന്താ വേണ്ടത്, ഒരു ഒബ്ജക്റ്റീവാണ് വേണ്ടത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതേപോലെ ദ കോഴ്സ് ഓഫ് ആക്ഷൻ ക്യാൻ ബി ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. പിന്നീടുള്ള എല്ലാ ആക്ഷൻസും എന്തായിരിക്കും, എന്തിൻ്റെ ബേസിലായിരിക്കും, ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലായിരിക്കും എല്ലാ ആക്ഷൻസും അവിടെ ഡിസൈഡ് ചെയ്യുക. പ്ലാനിങ് കീപ്സ് എവരിവൺ ഇൻഫോംഡ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് എന്താണ്, എല്ലാവരെയും ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയിക്കുന്നു. അതായത് എല്ലാവർക്കും ഒരു ഒബ്ജക്റ്റീവ് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര യൂണിറ്റിയോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പ്ലാനിങ് എന്ത് ചെയ്യുന്നുണ്ട്, everyone informed of the objectives. Planning keeps every person can tune his activity on the basis of the objectives. അതായത് എല്ലാ പേഴ്സണും എന്ത് ചെയ്യാം, അവരുടെ ആക്ടിവിറ്റീസ് ഈ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ട്യൂൺ ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് എ ഹാർമണി ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അവിടെ എന്താണ്, ആ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ഹാർമോണി വന്നു അല്ലേ. ഒരുമിച്ച് യൂണിറ്റിയോട് കൂടിയിട്ട് ആ ടീം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തായി, ഒരു ഹാർമോണി അവരുടെ ഇടയിൽ വന്നു, അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്ലാനിങ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റാണ് ടു ഓഫ്സെറ്റ് അൺസർട്ടിനിറ്റി. പ്ലാനിങ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ടു ഫോർസീ വേരിയസ് അൺസർട്ടിനിറ്റീസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി, ടേസ്റ്റ് ആൻഡ് ഫാഷൻസ് ആൻഡ് അതർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. അതായത് പ്ലാനിങ് വളരെയധികം സഹായിക്കുന്നുണ്ട് മാനേജ്മെൻറ്റ്. എങ്ങനെയാണെന്ന് വെച്ചാൽ മുൻകൂട്ടി നമുക്ക് അനിശ്ചിതത്വങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ടെക്നോളജിയിൽ ചേഞ്ചസ് വരിക, അല്ലെങ്കിൽ ടേസ്റ്റിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്ത് ബിസിനസ്സാണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പബ്ലിക്കിൻ്റെ, അതായത് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതേപോലെ ഫാഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അതിനും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തും കൂടി പ്ലാൻ ചെയ്യണം. ഫോഴ്സീസ്, അതായത് അനിശ്ചിതത്വങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം. വേരിയസ് അൺസർട്ടനിറ്റീസ്, അതായത് വിവിധ തരത്തിലുള്ള അൺസർട്ടനിറ്റീസ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. നെക്സ്റ്റ് പോയിൻ്റാണ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. വിൽ കൺസിഡേർഡ് ഓവറോൾ പ്ലാൻസ് യൂണിഫൈ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റീസ് ടു അച്ചീവ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. അതായത് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് പരസ്പര വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരുടെയും ഒരു കോർഡിനേഷൻ അവിടെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. The various departments work in accordance with the overall plan and harmony is achieved. അതായത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളവർ എന്ത് ചെയ്യും, ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അതേപോലെ അവിടെ ഒരു അവിടെ ഐക്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അവർ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യും. നെക്സ്റ്റ് പോയിൻ്റാണ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. അതായത് കൺട്രോൾ കനോട്ട് ബി എക്സസൈസ്ഡ് വിത്തൗട്ട് പ്ലാനിങ്. ഒരു പ്ലാനിങ് ഇല്ലാണ്ട് അവിടെ എന്ത് ചെയ്യില്ല, കൺട്രോൾ എക്സസൈസ് ചെയ്യില്ല. ത്രൂ പ്ലാനിങ് മാനേജ്മെൻറ്റ് ഡിസൈഡ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. With the help of these standards, comparisons can be made with the actual. If there is a difference, proper steps can be taken to correct it. It constitutes control. അതായത് നമ്മൾ പ്രകടനത്തിൻ്റെ നിലവാരം വെച്ചിട്ട്, അതായത് പ്ലാനിങ് മാനേജ്മെൻറ്റ് ഡിസൈഡ്, ഒരു പ്ലാനിങ് മാനേജ്മെൻറ്റ് തീരുമാനിക്കെ അവരുടെ പ്രകടനത്തിൻ്റെ നിലവാരം വെച്ചിട്ടായിരിക്കും. ആ നിലവാരം എന്ത് ചെയ്യും, ആ നിലവാരം ആക്ച്വലായിട്ടുള്ളതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യും. അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർ പ്രോപ്പർ സ്റ്റെപ്പ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് നല്ലൊരു പ്രോപ്പർ സ്റ്റെപ്പ് അവരെന്ത് ചെയ്യും, അവിടെ ടേക്കൺ ചെയ്യും ടു കറക്റ്റ് ഇറ്റ്.
അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു പ്രോപ്പർ സ്റ്റെപ്പ് ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. പോയിന്റാണ് പ്ലാനിങ് ബ്രിങ്സ് എക്കോണമി ഇൻ ടു ദ ഓപ്പറേഷൻ. അതായത് പ്ലാനിങ് ഹെൽപ്സ് ടു ആൻറ്റിസിപ്പേറ്റ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ്, റോ മെറ്റീരിയൽസ് എക്സെട്ര. അതായത് ഈ മാൻ പവർ റിക്വയർമെൻറ്റ്സ്, റോ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടും മുൻകൂട്ടി അറിയാൻ എന്ത് ചെയ്യും, ഈ പ്ലാനിങ് ഹെൽപ്സ് ചെയ്യും. എത്രമാത്രം റോ മെറ്റീരിയൽസ് വേണം, എത്രമാത്രം മാൻ പവർ റിക്വയർമെൻറ്റ്സ് വേണം എന്നുള്ളതൊക്കെ പ്ലാനിങ് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും to anticipate the manpower requirements and raw materials. Therefore, that can be obtained at the most favorable terms. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഫേവറബിൾ ടേംസ് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദ റിസോഴ്സസ് ക്യാൻ ബി പ്രോപ്പർലി അലോക്കേറ്റഡ്. അത് ശരിയായ രീതിയിലുള്ളൊരു റിസോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ വേസ്റ്റേജസ് ക്യാൻ ബി അവോയ്ഡഡ്. ഓൾ ദീസ് ലീഡ് ടു എക്കണോമി ഇൻ ഓപ്പറേഷൻ. അതായത് ഇതെല്ലാം എന്താണ്, എക്കണോമി ടു ലീഡ്സ് ടു ദ എക്കണോമി ഇൻ ഓപ്പറേഷൻ ആണ്. നെക്സ്റ്റ് പോയിൻ്റാണ് എൻഹാൻസസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് പ്ലാൻ ഡിറ്റർമൈൻസ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ബൈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് വേരിയസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് പ്ലാനിങ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്, അല്ല വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വേരിയസ് ആക്ടിവിറ്റീസാണ് എന്ത് ചെയ്യുന്നത്. അതിൽ ദിസ് എൻഹാൻസസ് ദ എഫിഷ്യൻസി ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് വേരിയസ് ആക്ടിവിറ്റീസ് അവർ പ്ലാനിങ്ങിലൂടെ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എൻഹാൻസസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. 7th പോയിന്റ്, ലാസ്റ്റ് പോയിൻ്റാണ് ഹെൽപ്സ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ദ ടാർഗറ്റ്സ് ആർ ഓൾറെഡി ഡിസൈഡഡ്. അത് നമ്മൾ പറഞ്ഞു, ഒബ്ജക്റ്റീവ് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഫോം ചെയ്യുന്നത്, അതാണ് നമ്മൾ ടാർഗറ്റ് ഓൾറെഡി അവരെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു വർക്കേഴ്സ്. അപ്പോൾ മാനേജ്മെൻറ്റ് അത് എന്ത് ചെയ്തു, ഒബ്ജക്റ്റീവ് ഫോം ചെയ്താൽ അത് നമ്മൾ വർക്കേഴ്സുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് ദ മാനേജേഴ്സ് ക്യാൻ എൻകറേജ് ദം ടു അറ്റൈൻ ടാർഗറ്റ്. അതായത് ടാർഗറ്റ് വിത്തിൻ എന്താ പറയുക, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യുക എന്നത് മാനേജേഴ്സ് എന്ത് ചെയ്യണം, അവരെ എൻകറേജ് ചെയ്യണം. അതാണ് ഹെൽപ്സ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അവർ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം.